ഇത് ഒരു അന്വേഷണ ഏജൻസിയുടെ അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതുമായി ബന്ധപ്പെട്ട് എന്താണ് അന്വേഷണ ഏജൻസിയുടെ കയ്യിലുള്ളത് എന്ന് അറിയാതെ നമുക്കത് സംബന്ധിച്ച് ഒന്നും പറയാനാവില്ല. എന്തെങ്കിലും നിയമവിരുദ്ധമായ കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അത് നേരിടുന്നതിന് നമ്മുടെ നാട്ടിൽ നിയമങ്ങളുണ്ട്. അതുമായി ബന്ധപ്പെട്ട നടപടികൾ സ്വാഭാവികമായും ആ കുടുംബം സ്വീകരിക്കുകയും ചെയ്യും. അക്കാര്യത്തിൽ നമുക്കിപ്പം ഉറപ്പിച്ചൊന്നും പറയാനാവില്ല എന്താണ് എന്നുള്ളത്. അപ്പോൾ അന്വേഷണ ഏജൻസി ഇവിടെ എത്തിയത് അവരുടെ അന്വേഷണത്തിൻ്റെ ഭാഗമായാണ്. അപ്പോൾ അവരുടെ കയ്യിൽ എന്താണ് ഉള്ളത് എന്ന് അറിയാത്തൊരു കൂട്ടർ അതിനെപ്പറ്റി മറ്റെന്തെങ്കിലും അഭിപ്രായം പറയുന്നത് ശരിയാവില്ല. അതാണ് എനിക്കതിനെക്കുറിച്ച് പറയാനുള്ളത്. ഇന്നലെ പിണറായി വിജയന്റെ മകളുടെ ഓഫീസിൽ, മരുമകൻ മുഹമ്മദ് റിയാസിന്റെ വീട്ടിൽ തുടങ്ങി ഈ കേസുമായി ബന്ധപ്പെട്ട് 12 ഇടങ്ങളിലാണ് ഇന്നലെ റെയ്ഡ് ഉണ്ടായത്. അത് തന്നെ പിണറായി വിജയന്റെ കണ്ണൂരിലെ വീട്ടിലും പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വീട്ടിലും രണ്ടിടത്തും ഒരേ സമയം റെയ്ഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ റെയ്ഡൊക്കെ കഴിയുമ്പോൾ ഇന്നലെ ഈ റെയ്ഡിൽ വലിയ പ്രതിഷേധങ്ങൾ CPM-ന്റെ അണികൾ കൃമികീടങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. വലിയ അക്രമങ്ങൾ അയച്ചുവിട്ടിട്ടുണ്ടായിരുന്നു. അല്ലേ, പ്രതിഷേധങ്ങൾ എന്ന് പറയാൻ പറ്റില്ല, അക്രമങ്ങൾ, പൊതുമുതൽ നശിപ്പിക്കുന്ന അക്രമങ്ങളിലേക്ക് പിണറായി വിജയന്റെ കൃമികീടങ്ങൾ ഇറങ്ങി തിരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനിടയിൽ ഈ കൃമികീടങ്ങളെ നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായിട്ട് ബിനീഷ് കോടിയേരി എന്ന് പറയുന്ന CPM-ന്റെ കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരിയെ അതിന്റെ മുമ്പിലൊക്കെ എല്ലാവരെയും ശാന്തമാക്കാൻ വേണ്ടി, നിയന്ത്രിക്കാൻ വേണ്ടി പാടുപെടുന്ന ബിനീഷ് കോടിയേരിയെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പം നിങ്ങൾ ഇവിടെ 2 പശ്ചാത്തലങ്ങളുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ കേട്ടത് 2020 ബിനീഷ് കോടിയേരിക്കെതിരെ അന്വേഷണം നടക്കുമ്പോൾ അന്ന് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ പറഞ്ഞ വാക്കുകളാണ്. അന്വേഷണം നടക്കട്ടെ, അന്വേഷണ ഏജൻസികളെ തടസ്സപ്പെടുത്താൻ പറ്റൂല, അതിനെക്കുറിച്ച് നമുക്കൊന്നും പറയാൻ പറ്റില്ല, അവരുടെ കയ്യിൽ എന്താണെന്നുള്ളത് അറിയില്ല എന്നൊക്കെയുള്ള ഭാഷയായിരുന്നു പിണറായി വിജയൻ്റെത്. എന്നാൽ ഇന്ന് പിണറായി വിജയനെതിരെ അന്വേഷണം നടക്കുമ്പോൾ പിണറായി വിജയൻ തൻ്റെ അണികളെ വെച്ചുകൊണ്ട് അന്വേഷണത്തെ പ്രതിസന്ധിയിലാക്കാൻ, അതിനെ തടയാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം അതവിടെ നിൽക്കട്ടെ, അത് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. ഇപ്പോൾ പുറത്തേക്ക് വരുന്ന ചില വാർത്തകളുണ്ട്. ആ വാർത്തകൾ പ്രകാരം കൃത്യമായിട്ട് ബിനീഷ് കോടിയേരി ഈ റെയ്ഡ് അറിഞ്ഞിരുന്നു മുൻപ്. മാത്രമല്ല, അറിഞ്ഞിരുന്നു പറഞ്ഞാൽ ഇന്ന ദിവസം റെയ്ഡ് ഉണ്ടാകുമെന്നല്ല, പിണറായി വിജയനെ പൂട്ടും, പിണറായി വിജയനെ ED പൂട്ടും, പിണറായി വിജയന്റെ വീട്ടിൽ റൈഡ് ഉണ്ടാകും എന്നുള്ള കാര്യം ബിനീഷ് കോടിയേരിക്ക് അറിയാമായിരുന്നു എന്ന് മാത്രമല്ല, ബിനീഷ് കോടിയേരി ഇതിൻ്റെ പിന്നിൽ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പിണറായി വിജയനെ പൂട്ടാൻ വേണ്ടിയുള്ള കളികളിൽ ബിനീഷ് കോടിയേരിയുടെ കൈയുണ്ട്. കൈ എന്ന് പറഞ്ഞാൽ ചെറുവിരൽ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും, എങ്ങനെയാണ് ബിനീഷ് കോടിയേരിക്ക് എങ്ങനെയാണ് ഈ പറയുന്ന EDക്കന്മേൽ എന്താണ് ബിനീഷ് കോടിയേരിയുടെ പിടിപാട്? ബിനീഷ് കോടിയേരിക്ക് എന്ത് അധികാരമാണ് EDക്ക് മുകളിൽ ഉള്ളത്? ബിനീഷ് കോടിയേരിക്ക് അധികാരം ഉണ്ടായിട്ടൊന്നല്ല. ബിനീഷ് കോടിയേരിക്ക് EDക്ക് മുകളിൽ യാതൊരു അധികാരവും ഇല്ല, ഒരു പിടിപാടും ഇല്ല. പക്ഷേ പിണറായി വിജയനെ പൂട്ടാൻ വേണ്ടി, EDയെ ഇറക്കാൻ വേണ്ടി കളിച്ചതിൽ ബിനീഷ് കോടിയേരിയുമുണ്ട്. മനസ്സിലായില്ലേ? ബിനീഷ് കോടിയേരി ഇതിൻ്റെ ഭാഗമാണ്. ബിനീഷ് കോടിയേരിക്ക് ഇത് നേരത്തെ അറിയാമായിരുന്നു. ചില കളികൾ കളിച്ചപ്പോൾ ബിനീഷ് കോടിയേരി ഒരു കൈ ഫുള്ളായിട്ട് വെച്ചു എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ പിണറായി വിജയനെ പൂട്ടാനുള്ള കളിയിൽ ബിനീഷ് കോടിയേരി തൻ്റെ ചെറുവിരൽ വെച്ചിട്ടുണ്ട്. അതിനുള്ള സഹായമായിട്ട്, അല്ലെങ്കിൽ അതിനുള്ള പിന്തുണയായിട്ട് ബിനീഷ് കോടിയേരി ചെറുവിരൽ വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൃത്യമായിട്ട് ഇപ്പോൾ കേരള ഹൈക്കോടതിയിൽ ഒരു ലോ ഫോം ഉണ്ട്. ആ ലോ ഫോമിൽ 3 ആളുകളാണുള്ളത്. ഒന്ന് ബിനീഷ് കോടിയേരി, പിന്നെ ഒന്ന് PC ജോർജിൻ്റെ മകൻ ഷോൺ ജോർജ്, പിന്നെ ഒന്ന് മുൻ തെരഞ്ഞെടുപ്പ് ഓഫീസറായിരുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിരുന്ന N മോഹൻദാസിൻ്റെ മകൻ നീനു മോഹൻദാസ്. ഈ 3 പേരും ഒരുമിച്ച് ഒരു ലോ ഫോം ഉണ്ടാക്കി ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് പറയുമ്പോൾ അപ്പം നിങ്ങൾ ചോദിക്കും, ഇതും അതും തമ്മിൽ എന്താണ് ബന്ധമെന്ന്? ഇതും അതും തമ്മിൽ ഒരുപാട് ബന്ധങ്ങളുണ്ട്. കാരണം ഇന്നലെ പിണറായി വിജയന്റെ വസതിയിലും ഈ പറയുന്ന മകളുടെ ഓഫീസിലും മരുമകന്റെ വീട്ടിലുമൊക്കെ നടന്ന റെയ്ഡ്,
ആ റെയ്ഡ് നടക്കുമ്പോൾ ഇന്നലെ പല മാധ്യമങ്ങളെ കണ്ട് പല ആവർത്തി PC ജോർജിൻ്റെ മകൻ ഷോൺ ജോർജ് ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു. എന്താണ് ആ കാര്യം? ഇത് ഇങ്ങനെ ഒരു റെയ്ഡ് ഉണ്ടാക്കാൻ പിണറായി വിജയൻ പൂട്ടാൻ വേണ്ടി പണിയെടുത്തവരിൽ ഞാനുമുണ്ട് എന്ന് ആര് പറയുന്നുണ്ടായിരുന്നു? കൃത്യമായിട്ട് ഷോൺ ജോർജ് പറയുന്നുണ്ടായിരുന്നു. ഈ ഷോൺ ജോർജ് അത് പറയുന്നുണ്ടെങ്കിൽ ഷോൺ ജോർജിന് വലിയ പിടിപാടുണ്ടായിട്ടൊന്നല്ല. പക്ഷേ ഇവര് പിണറായി വിജയനെ പൂട്ടണം എന്നുള്ള സമ്മർദ്ദം കേരളത്തിൽ നിന്ന് പല ആളുകളിലൂടെ എവിടേക്ക് എത്തിച്ചിട്ടുണ്ട്? കേന്ദ്രത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ ഷോൺ ജോർജ് ഉണ്ട്. അപ്പൊ ഷോൺ ജോർജ് ഇതിന്റെ ഭാഗമായത് കൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, പിണറായി വിജയനെതിരെ നടക്കുന്ന ഈ കളിക്ക് പിന്നിൽ, ഈ അന്വേഷണത്തിന് പിന്നിൽ ചെറുവിരൽ കൊണ്ടുവെങ്കിലുമുള്ള സഹായം ബിനീഷ് കോടിയേരിയുടേതായിട്ട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലായില്ലേ? ബിനീഷ് കോടിയേരിയെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയനെ ഇന്നലെ ബിനീഷ് കോടിയേരി വളരെ 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 പണിപ്പെട്ട് ഇറങ്ങിത്തിരിച്ച് ഈ ആളുകളെയൊക്കെ സംയമനം പാലിക്കാൻ നിർദ്ദേശവുമായിട്ട് എത്തിയത് ബിനീഷ് കോടിയേരിക്ക് എന്തോ മറിക്കാൻ അല്ല, മറിച്ച് ബിനീഷ് കോടിയേരിക്ക് ഒരു ബോധ്യമുള്ളത് കൊണ്ടാണ്. ഇഡിയോട് കളിച്ചാൽ, കേന്ദ്ര അന്വേഷണ ഏജൻസികളോട് കളിച്ചാൽ പണി പാലും വെള്ളത്തിൽ കിട്ടുമെന്നുള്ള ബോധ്യം. കാരണം ഇന്നലെ പിണറായിയിലെ വീട്ടിൽ എത്തിയ പ്രതിഷേധക്കാരിൽ പല ആളുകളും ബിനീഷ് കോടിയേരിക്ക് വേണ്ടപ്പെട്ട ആളുകളാണ്. കണ്ണൂർ ജില്ലയിലെ CPMന്റെ ക്രിമിനൽ കൊട്ടേഷൻ സംഘത്തിന്റെ ഭാഗമായിട്ടുള്ള ആളുകളാണ്. അപ്പൊ അവർക്കൊക്കെ ഈ ഇഡിയുടെ കയ്യിൽ പെട്ടുകഴിഞ്ഞാൽ അവർക്കൊക്കെ വലിയ നഷ്ടങ്ങൾ ഉണ്ടാകും. അതുകൊണ്ടാണ് അവരെ പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പിണറായി വിജയന്റെ വീട്ടിന് മുന്നിൽ ഇന്നലെ പ്രതിഷേധം നടന്നപ്പോൾ ഈ പറയുന്ന ബിനീഷ് കോടിയേരി എത്തിയത്. അതല്ലാതെ ബിനീഷ് കോടിയേരിക്ക് പിണറായി വിജയനോട് ആത്മാർത്ഥത ഉണ്ടായിട്ടല്ല. പിന്നെ ബിനീഷ് കോടിയേരിക്ക് പല ലക്ഷ്യങ്ങളുണ്ട്. അതിലൊന്ന് ബിനീഷ് കോടിയേരിയെ സംബന്ധിച്ചിടത്തോളം CPMന്റെ പാർട്ടി മെമ്പർഷിപ്പിലേക്ക് തിരിച്ചെത്തുക എന്നുള്ളതാണ്. അതിന് ബിനീഷ് കോടിയേരി കാണുന്നത്, കാരണം അങ്ങനെ ഒരു അംഗത്വത്തിലേക്ക് തിരിച്ചെത്തുക വഴി ലക്ഷ്യമിടുന്നത് ഒരുപാട് കാര്യങ്ങളുണ്ട് ബിനീഷ് കോടിയേരി. മനസ്സിലായില്ലേ? തൻ്റെ അച്ഛനെ കോടിയേരി ബാലകൃഷ്ണനെ സൈഡാക്കി നിർത്തിയ പിണറായിയെയും പിണറായിയുടെ ക്രിമികീടങ്ങളിലെയും മുകളിൽ ഒരു ആധിപത്യം ഉണ്ടാക്കണമെങ്കിൽ ആദ്യം പാർട്ടിയുടെ മെമ്പർഷിപ്പിലേക്ക് തിരിച്ചെത്തണം. അപ്പം അതിനു വേണ്ടിയുള്ള ഒരു കളി കൂടി ആര് നടത്തുന്നുണ്ട്? ബിനീഷ് കോടിയേരിയെ സംബന്ധിച്ചിടത്തോളം ഇന്നലത്തെ റെയ്ഡിൽ രണ്ടുണ്ട് കാര്യം. നെയ്യപ്പം തിന്നാൽ രണ്ടുണ്ട് കാര്യം എന്ന് പറയുന്നത് പോലെ ബിനീഷ് കോടിയേരിക്ക് ഇന്നലത്തെ റെയ്ഡിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, പിണറായി വിജയനെ പൂട്ടാനുള്ള കളിയിൽ ആര് ഭാഗമായിട്ടുണ്ട്? ബിനീഷ് കോടിയേരി ഭാഗമായിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇന്നലെ വളരെ പരസ്യമായി ഇറങ്ങി പ്രതിഷേധക്കാർക്ക് മുന്നിൽ നിന്ന് സംയമനത്തിൻ്റെയും നിയന്ത്രണത്തിൻ്റെയും ചുമതലയൊക്കെ ഏറ്റെടുക്കുക വഴി പാർട്ടിയുടെ മെമ്പർഷിപ്പിലേക്ക് തിരിച്ചെത്തുവാനുള്ള ഒരവസരം കൂടിയായിട്ടാണ് അതിനെ ബിനീഷ് കോടിയേരി കാണുന്നത്. മനസ്സിലായില്ലേ? ബിനീഷ് കോടിയേരി പാർട്ടി അംഗത്വത്തിൽ നിന്നുണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ 2026 തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിൽ എവിടെയെങ്കിലും ഒരിടത്ത് ബിനീഷ് കോടിയേരി സ്ഥാനാർത്ഥിയാകുമായിരുന്നു. മനസ്സിലായില്ലേ? അദ്ദേഹം സ്ഥാനാർത്ഥി ആകാതിരുന്നതിനുള്ള കാരണം ഒറ്റൊന്നേ ഉള്ളൂ, അത് അയാൾ പാർട്ടിയുടെ അംഗത്വത്തിൽ ഇല്ല എന്നുള്ളതാണ്. 2022 മുതൽ ഇങ്ങോട്ട് പാർട്ടി അംഗത്വം ഉണ്ടായിരുന്ന ആൾക്ക് 2022 ആ അംഗത്വം നഷ്ടപ്പെട്ടു, പുതുക്കി നൽകിയില്ല. അത് 2026 പുതുക്കി നൽകിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ കൃത്യമായിട്ട് ഈ പറയുന്ന ഷോൺ ജോർജ് അടക്കമുള്ള ആളുകളുടെ സമ്മർദ്ദം ഇതിന് പിന്നിൽ, സമ്മർദ്ദം എന്ന് പറഞ്ഞാൽ ഇവരൊരു അപേക്ഷ എന്നൊക്കെ വേണമെങ്കിൽ അത് നമുക്ക് പറയാം. ഇവര് കേരളത്തിലെ BJPയും സംഘ് പരിവാരും നിരന്തരമായിട്ട് കേന്ദ്രത്തിന് മുന്നിൽ, നരേന്ദ്രമോദിക്ക് മുന്നിൽ, അമിത്ഷാക്ക് മുന്നിൽ വെച്ച ആവശ്യങ്ങളിൽ ഒന്നാണ് പിണറായി വിജയനെ പൂട്ടുക എന്നുള്ളത്. അത് ഇന്നലെ ED റെയ്ഡിലൂടെ അതിലേക്കുള്ള ആദ്യഘട്ടം കടന്നിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് അത് ബിനീഷ് കോടിയേരിക്കും അറിയാമെന്നുള്ളതാണ്. കാരണം ഈ ഷോൺ ജോർജ് ബിനീഷ് കോടിയേരിയുടെ ഇപ്പോഴത്തെ പാർട്ട്ണറാണ് എന്നുള്ളതാണ് ഇതിൻ്റെ കാര്യം. മനസ്സിലായില്ലേ? കൃത്യമായിട്ട് അയാളുടെ പാർട്ട്ണറാണ് ഈ പറയുന്ന ബിനീഷ് കോടിയേരി. അതുകൊണ്ട് തന്നെ ബിനീഷ് കോടിയേരിക്ക് ഈ കാര്യങ്ങളെക്കുറിച്ച് നല്ല ബോധ്യമുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ബോധ്യം മാത്രമല്ല, ബിനീഷ് കോടിയേരി പിണറായി വിജയനെ പൂട്ടാനുള്ള കളിക്ക് തൻ്റെ ചെറുവിരൽ കൊണ്ടെങ്കിലുമുള്ള ഒരു സഹായം പിണറായി വിജയനെ പൂട്ടാൻ വേണ്ടിയിട്ട് ബിനീഷ് കോടിയേരി ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അതിന് ബിനീഷ് കോടിയേരിക്ക് ഒരുപാട് കാരണങ്ങളുണ്ട് കേട്ടോ. അതിൽ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്
ഈ പറയുന്ന സഖാവ് കോടിയേരി ബാലകൃഷ്ണനെ പിണറായി വിജയൻ ഒതുക്കിക്കളഞ്ഞു എന്നുള്ളത് തന്നെയാണ്. ഒതുക്കി എന്തിന്? അദ്ദേഹത്തിൻ്റെ അവസാന യാത്ര, ഒരു വിലാപയാത്ര പോലും നൽകാതെ, പാർട്ടിയും പാർട്ടിയുടെ പ്രവർത്തകരും അണികളും ഒക്കെ ആഗ്രഹിച്ച ഒരു വിലാപയാത്ര പോലും നൽകാതെ കോടിയേരി ബാലകൃഷ്ണന്റെ മൃതദേഹം അടക്കം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള കാരണക്കാരൻ ഈ പറയുന്ന പിണറായി വിജയനാണ്. പല രീതിയിൽ കോടിയേരിയെ പല ഘട്ടങ്ങളിൽ ഒതുക്കിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ എല്ലാ കണക്കുകൾ കൂട്ടിയും കുറച്ചും ഗുണിച്ചും ഹരിച്ചുമുള്ള കളിയിൽ സംഘപരിവാറിനൊപ്പം നിൽക്കാൻ, അത് പിണറായി വിജയനെ പൂട്ടാൻ വേണ്ടി മാത്രം സംഘപരിവാറിനൊപ്പം നിൽക്കാൻ ബിനീഷ് കോടിയേരി തയ്യാറായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞ ആ ചെറുവിരൽ കൊണ്ടുള്ള സഹായം എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാര്യത്തിൽ കൃത്യമായിട്ട് ഇങ്ങനെ ഒരു സംഭവം നടക്കാൻ പോകുന്നു എന്നുള്ള അറിവും അതിനെക്കുറിച്ചുള്ള വിവരങ്ങളും ബിനീഷ് കോടിയേരിക്ക് നല്ല വ്യക്തമായി ബോധ്യമുള്ള കാര്യം തന്നെയായിരുന്നു എന്നുള്ളതാണ്.